ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് HSC ഇംഗ്ലീഷ് +1 9th ചാപ്റ്റർ ആയിട്ടുള്ള ദ ട്രിപ്പ് ഓഫ് ലാഹോള എന്ന് പറയുന്ന ഗി.ഡി. മോപ്പസാങ്ങിൻ്റെ യാത്രാ വിവരണം, ട്രാവലോഗ്, അതിൻ്റെ 4ാമത്തെ പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റ് എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. Comment on the expression losing its invisible blood by the escape valve. അതായത് എസ്കേപ്പ് വാൽവ് വഴി അതിൻ്റെ രക്തം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി കൊമൻറ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ബ്ലഡ് കീപ്സ് ദ ബോഡി അലൈവ്, അതായത് രക്തമാണ് ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. ഇൻ ദ കേസ് ഓഫ് ദ ബലൂൺ ഇറ്റ് ഈസ് ദ ഗ്യാസ് ദാറ്റ് കീപ്സ് ഇറ്റ് അലൈവ്. എന്നാൽ ഒരു ബലൂണിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് ആണ് അതിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. അലൈവ് ഫ്ലൈയിങ് ഇൻ ദ എയർ, അത് ബലൂണിൻ്റെ ജീവൻ എന്ന് പറയുമ്പം അത് വായുവിലൂടെ അത് പറക്കുന്നതാണ് അതിൻ്റെ ജീവൻ്റെ തെളിവായിട്ട് നമ്മൾ പറയുന്നത്. ഗ്യാസ് ഇസ് ദസ് ദ ഇൻവിസിബിൾ ബ്ലഡ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കാണാൻ പറ്റാത്ത ബ്ലഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ഡു ദ മിസ്റ്റ് കവേർഡ് എർത്ത് ആൻഡ് സ്റ്റാർ സ്റ്റഡഡ് സ്കൈ ഇൻഡിക്കേറ്റ്? അതായത് മിസ്റ്റ് കവേർഡ് എർത്ത്, മൂടൽ മഞ്ഞുകൊണ്ട് മൂടിയ ഭൂമി എന്നും സ്റ്റാർ സ്റ്റഡഡ് സ്കൈ, അതായത് നക്ഷത്രങ്ങൾ കൊണ്ട് നക്ഷത്രപൂരിതമായ ആകാശം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഇതാണ്, ദ മിസ്റ്റ് കവേർഡ് എർത്ത് ആൻഡ് സ്റ്റാർ സ്റ്റഡഡ് സ്കൈ ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് നൈറ്റ് ആൻഡ് ദ ബലൂൺ ആൻഡ് ഇറ്റ്സ് പാസഞ്ചേഴ്സ് ആർ അറ്റ് എ ഗ്രേറ്റ് ഹൈറ്റ്. അതായത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് വായനക്കാർ മനസ്സിലാക്കേണ്ടത് എന്താണ്, അത് രാത്രിയാണെന്നും ഈ ബലൂണിലെ പാസഞ്ചേഴ്സ് വളരെ ഉയരത്തിലെത്തി എന്നുമാണ് വായനക്കാർ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ ഈസ് ദ റൈസിംഗ് ഓഫ് ദ മൂൺ ഡിസ്ക്രൈബ്ഡ്? അതായത് ചന്ദ്രൻ ഉദിക്കുന്നതിനെ എങ്ങനെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്? ഉത്തരം ഇങ്ങനെയാണ്, എ സിൽവറി ലൈറ്റ് അപ്പിയേഴ്സ് ആൻഡ് മേക്സ് ദ സ്കൈ ടേൺ പെയിൽ. ആദ്യം ഒരു വെള്ളി നിറത്തിലുള്ള പ്രകാശം പ്രത്യക്ഷപ്പെടുന്നു, അത് കാരണം ആകാശം ഒരു മങ്ങിയ നിറമായിട്ട് മാറുന്നു. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് റൈസിംഗ് ഫ്രം അൺനോൺ ഡെപ്ത്സ് ബിഹൈൻഡ് ദ ഹൊറൈസൺ ഓൺ ദ എഡ്ജ് ഓഫ് എ ക്ലൗഡ്. ഇറ്റെന്ന് ഉദ്ദേശിക്കുന്നത് മൂണാണ്. അപ്പം മൂൺ നമുക്കറിയാൻ പറ്റാത്ത ഏതോ ആഴങ്ങളിൽ നിന്നാണ് ഉദിച്ചു വരുന്നത്. ബിഹൈൻഡ് ദ ഹൊറൈസൺ, അതായത് ഈ ചക്രവാളത്തിനപ്പുറത്ത് നിന്നും ഒരു മേഘത്തിൻ്റെ പുറകിൽ നിന്നും അല്ലെങ്കിൽ ഒരു മേഘത്തിൻ്റെ അറ്റത്ത് നിന്നുമാണ് ഈ മൂൺ ഉയർന്നു വരുന്നത് എന്നാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ലുക്ക് അറ്റ് ദ എക്സ്പ്രഷൻ ഡെലിഷ്യസ് ഇനേർഷ്യ. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഹിയർ? അതായത് ഡെലിഷ്യസ് ഇനേർഷ്യ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഫിഗർ ഓഫ് സ്പീച്ച് സിനസ്തേഷ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. പക്ഷേ ഇവിടെ ഗൈഡിൽ മെറ്റഫർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെറ്റഫർ എന്ന് പറയുമ്പോൾ ഇത് മറ്റൊന്നാണ് എന്ന് പറയുന്നതാണ് മെറ്റഫർ. പക്ഷേ ശരിക്കും യോജിക്കുന്നത് സിനസ്തേഷ്യ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുന്നത്, ഡെലിഷ്യസ് എന്ന് പറയുമ്പോൾ രുചികരമായ. അപ്പോൾ രുചികരമായ എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് വേർഡിന് ശേഷം ഒരു ഭക്ഷണം ആയിരിക്കും സാധാരണ ചേർന്ന് വരുന്നത്. പക്ഷേ ഇവിടെ ഇനേർഷ്യ എന്ന് പറയുന്ന വേർഡ്, അതായത് ജഡത്വം എന്നാണ് ഇനേർഷ്യയുടെ മലയാളം ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ ഒരു നിശ്ചലാവസ്ഥ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സിനസ്തേഷ്യ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് അവിടെ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വൈ ഈസ്
സ്പേസ് ട്രാവൽ കൺസിഡേർഡ് ആസ് ഡെലിഷ്യസ് ഇനേർഷ്യ ബൈ ദ നറേറ്റർ. അപ്പോൾ എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ സ്പേസ് ട്രാവൽ ഡെലിഷ്യസ് ഇനേർഷ്യയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് രുചികരമായ ജഡത്വമാണ് സ്പേസ് ട്രാവൽ എന്ന് എഴുത്തുകാരന് തോന്നിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്: ഇനേർഷ്യ മീൻസ് അൺവില്ലിങ്നെസ് ടു മൂവ് ഓർ ആക്ട്. അപ്പോൾ ഇനേർഷ്യയുടെ അർത്ഥമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇനേർഷ്യ എന്ന് പറയുന്ന വാക്ക് സാധാരണ സയൻസ് പഠിക്കുമ്പോഴാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ഇനേർഷ്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഓബ്ജക്റ്റ് അതിൻ്റെ അവസ്ഥയിൽ നിന്നും, അതായത് മൂവ്മെൻറ്റ് അനങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും നിശ്ചലാവസ്ഥയിലാണെങ്കിലും അതിൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് മാറാനുള്ള ഒരു അൺവില്ലിങ്നെസ്, അതായത് തയ്യാറാവുന്നില്ല ഒരു ഓബ്ജക്റ്റ്. അതായത് അതിൻ്റെ അവസ്ഥയിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം ഒരു ഓബ്ജക്റ്റിന് ഇത്തിരി ബുദ്ധിമുട്ട് കാണിക്കും. ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പുറകിലോട്ടൊന്ന് ചാഞ്ഞു പോകും. അപ്പോൾ അത് ഇനേർഷ്യ കൊണ്ടാണ് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ നമ്മൾ നിൽക്കുക, മൂവ്മെൻ്റ് ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ പുറകിലോട്ട് ആഞ്ഞു പോകുന്നതിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു മീനിങ് ആണ് ഇവിടെ ഉത്തരത്തിൽ ആദ്യമായിട്ട് പറയേണ്ടത്. അപ്പോൾ എങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത്? ഇനേർഷ്യ മീൻസ് അൺവില്ലിങ്നെസ് ടു മൂവ് ഓർ ആക്ട്. അതായത് മൂവ് ചെയ്യാൻ, അതായത് ചലിച്ചു തുടങ്ങാൻ ഉള്ള അൺവില്ലിങ്നെസ്സിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. The narrator feels that space travel is wonderful and compares it to having delicious food. അപ്പോൾ എഴുത്തുകാരന് തോന്നുന്നത് എന്താണ്? സ്പേസ് ട്രാവൽ എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഹി കമ്പയർസ് ഇറ്റ് ടു ഹാവിങ് ഡെലിഷ്യസ് ഫുഡ്. വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയോടാണ് എഴുത്തുകാരൻ ഇതിനെ കമ്പയർ ചെയ്യുന്നത്. അടുത്ത പോയിന്റ്: there is a great sensation of satisfaction and happiness while traveling in space in a state of inertia. അതായത് അദ്ദേഹം പറയുന്നത് ഈ സ്പേസ് ട്രാവലിംഗ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് എന്താണ്? ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ, അതായത് വളരെ വലിയ ഒരു സംതൃപ്തിയും സെൻസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ്, സന്തോഷവുമാണ് തരുന്നത്. വൈൽ ട്രാവലിംഗ് ഇൻ സ്പേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇനേർഷ്യ, ഒരു ജഡത്വാവസ്ഥയിൽ സ്പേസിലൂടെ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ തരുന്ന കാര്യമാണ് എന്നാണ് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. They feel like birds that don't even have to flap their wings. അപ്പോൾ അവർക്ക് തോന്നുന്നത് ചിറക് പോലും അടിക്കേണ്ട ആവശ്യമില്ലാത്ത പക്ഷികളെ പോലെയാണ് അവർ ട്രാവൽ ചെയ്യുന്നത് എന്നാണ് എഴുത്തുകാരൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: when does the balloon stop? Why? എപ്പോഴാണ് ബലൂൺ സ്റ്റോപ്പ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അപ്പോൾ ഉത്തരം ഇതാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. The balloon stops when it reaches a height of 2350 meters. അപ്പോൾ ഈ ബലൂൺ സ്റ്റോപ്പ് ചെയ്യുന്നത് അത് 2350 meters ഉയരത്തിലെത്തുമ്പോഴാണ് ബലൂൺ സ്റ്റോപ്പ് ചെയ്യുന്നത്. The air pressure must have come down, so the balloon stops rising and then starts to descend. അപ്പോൾ അത് സംഭവിക്കാനുള്ള കാരണം എയർ പ്രഷർ കുറഞ്ഞതുകൊണ്ട് ആയിരിക്കണം. The air pressure must have come down. അതുകൊണ്ട് എയർ പ്രഷർ കുറഞ്ഞതുകൊണ്ടാണ് ബലൂൺ അവിടെ നിന്നതും അത് ഉയർന്നു പോകുന്നതിൽ നിന്ന് അത് സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഡിസെൻഡ്. എന്നിട്ട് അത് താഴേക്ക് വരാൻ തുടങ്ങിയത് പ്രഷർ വേരിയേഷൻ കൊണ്ടാണ്. അപ്പോൾ എന്താണെന്ന് നമുക്കറിയാം, ഒരു സ്റ്റോം വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ബലൂൺ സ്റ്റോപ്പ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ദ റാപ്പിഡ് ഡിസെൻറ്റ് ഓഫ് ദ ബലൂൺ? അതായത് എഴുത്തുകാരൻ എങ്ങനെയാണ് ഈ ബലൂണിൻ്റെ റാപ്പിഡ്, അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസെൻറ്റ്, താഴേക്കുള്ള യാത്രയെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്:
The author says that they are going down very rapidly. അപ്പോൾ എഴുത്തുകാരൻ പറഞ്ഞത് അവർ വളരെ റാപ്പിഡായിട്ട്, വളരെ ഫാസ്റ്റായിട്ടാണ് അവർ താഴേക്ക് പോയിക്കൊണ്ടിരുന്നത്. Monsieur Mallet asked the passengers to throw out more ballast. അപ്പോൾ മെസ്സിയർ മാലറ്റ് പാസഞ്ചേഴ്സിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് കൂടുതൽ ബലാസ്റ്റ് താഴേക്കിടാൻ, അതായത് കൂടുതൽ ഭാരം താഴേക്കിടാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. They are throwing out sand and stones to lighten the balloon so that it can fly upwards, but the descent is so fast that the sand they throw flies back into their eyes. അപ്പോൾ ഈ ബലൂണിൻ്റെ താഴേക്കുള്ള പോക്കിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ അവർ ഈ മണ്ണും കല്ലും ബലാസ്റ്റായിട്ട് ഭാരമായിട്ട് അവിടെ സൂക്ഷിച്ചിരുന്ന മണ്ണും കല്ലും ഒക്കെ താഴേക്ക് ഇടുമ്പോഴും ബലൂൺ വീണ്ടും ഫാസ്റ്റായിട്ടാണ് താഴേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ അവരുടെ നേരെ തന്നെയാണ് വീണുകൊണ്ടിരുന്നത്. ഇത്രയുമാണ് അതിൻ്റെ പോയിൻ്റായിട്ട് വരുന്നത്. പിന്നെ കൂടുതൽ പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഹൗ ഡസ് ദ ഷാഡോ ഓഫ് ദ ബലൂൺ അപ്പിയർ ടു ദ ട്രാവലേഴ്സ്? ഈ ബലൂണിൻ്റെ നിഴല് എങ്ങനെയാണ് യാത്രക്കാർക്ക് അനുഭവപ്പെട്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. 2 മാർക്കിൻ്റെയാണ്. അപ്പോൾ ഉത്തരത്തിലെ പോയിന്റ്സ് ശ്രദ്ധിക്കുക. The travelers look down and see something running on the ground with great speed, jumping over ditches, roads and trees so easily, but they cannot guess what it is until the captain tells them that it is the shadow of the balloon. അതായത് ട്രാവലേഴ്സ് താഴേക്ക് നോക്കുമ്പോൾ എന്താണ് കണ്ടത്? സംതിങ് റണ്ണിങ് ഓൺ ദ ഗ്രൗണ്ട്, എന്തോ ഗ്രൗണ്ടിലൂടെ ഓടിപ്പോകുന്നു. എങ്ങനെയാണ്? വിത്ത് ഗ്രേറ്റ് സ്പീഡ്, വളരെയധികം സ്പീഡിൽ. എങ്ങനെയാണത് ഓടിയത്? ജമ്പിങ് ഓവർ ഡിച്ചസ്. അത് ഡിച്ച് എന്ന് പറഞ്ഞാൽ കുഴി എന്നാണ് അർത്ഥം. അപ്പോൾ കുഴികൾക്ക് മുകളിലൂടെ വളരെ ഈസി ആയിട്ട് ചാടിച്ചാടിയാണ് ഈ നിഴല് പോകുന്നത്. റോഡ്സ് ആൻഡ് ട്രീസ്, റോഡുകൾക്ക് മുകളിലൂടെ മരങ്ങൾക്ക് മുകളിലൂടെയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചാടിപ്പോകുന്ന ഒരു നിഴൽ. സോ ഈസിലി ബട്ട് ദേ കനോട്ട് ഗെസ് വാട്ട് ഇറ്റ് ഈസ്. എന്നാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്താണ് ആ സാധനമെന്ന്. until the captain tells them that it is the shadow of the balloon. ഏതുവരെയാണ്? ക്യാപ്റ്റൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് അവസാനം ഇത് വേറെ ജീവിയൊന്നുമല്ല, അത് ബലൂണിൻ്റെ നിഴലാണെന്ന് പറയുന്നത് വരെയും അവർക്ക് എന്താണ് അതെന്ന് മനസ്സിലാവുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. How do you think it is a scientific way to travel? നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ട്രാവലാണ് എന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ അതിൻ്റെ ഇടയ്ക്കൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഹൗ ഫാർ ഡസ് ദ പോളാർ സ്റ്റാർ ഗൈഡ് ദ ട്രാവലേഴ്സ്? അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 1 മാർക്കിൻ്റെ ആണത്. എത്രത്തോളമാണ് പോളാർ സ്റ്റാർ ട്രാവലേഴ്സിനെ ഗൈഡ് ചെയ്യുന്നത്? ഡു യു തിങ്ക് ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് വേ ടു ട്രാവൽ? അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ ഈ പോളാർ സ്റ്റാറിൻ്റെ ദിശ നോക്കി ട്രാവൽ ചെയ്യുന്നത് സയൻറ്റിഫിക് ആണോ എന്ന്? അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്. ദ പോളാർ സ്റ്റാർ ഗൈഡ്സ് ദ ട്രാവലേഴ്സ് ടു ബെൽജിയം വിച്ച് ബോർഡേഴ്സ് ഫ്രാൻസ് ഓൺ ദ സൗത്ത്. അപ്പോൾ ഈ യാത്രാ വിവരണത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലാസ്റ്റ് ഈ പോളാർ സ്റ്റാർ, അതായത് ധ്രുവ നക്ഷത്രം, ഏറ്റവും തിളക്കമുള്ളതും ഏറ്റവും അടുത്ത് നിൽക്കുന്നതുമായിട്ടുള്ള ഈ പോളാർ സ്റ്റാറാണ് അവരെ ബെൽജിയത്തിലേക്ക് ഗൈഡ് ചെയ്യുന്നത്. ബെൽജിയം എന്ന് പറയുന്നത് വിച്ച് ബോർഡേഴ്സ് ഫ്രാൻസ് ഓൺ ദ സൗത്ത്, സൗത്തിൽ ഫ്രാൻസിൻ്റെ ബോർഡറായിട്ട് വരുന്നതാണ് ബെൽജിയം എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുള്ള ആൻസർ അതായത് പോളാർ സ്റ്റാറിൻ്റെ ദിശ നോക്കി പോകുന്നത് ശാസ്ത്രീയമാണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം യെസ്, ദ പോളാർ സ്റ്റാർ ഇസ് ഓൾസോ കോൾഡ് ദ നോർത്ത് സ്റ്റാർ. അപ്പോൾ പോളാർ സ്റ്റാറിൻ്റെ മറ്റൊരു പേര് നോർത്ത് സ്റ്റാർ എന്നാണ്. കാരണം എപ്പോഴും അത് നോർത്ത് ഭാഗത്ത് തന്നെ ആയിരിക്കും. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ബൈ ട്രാവലേഴ്സ് ഫോർ സെഞ്ച്വറീസ് to help them to know the direction as it remains constant in its position.
അതായത് ഇത് സെഞ്ചുറീസോളം, അതായത് നൂറ്റാണ്ടുകളോളം ട്രാവലേഴ്സ്, യാത്രക്കാർ ഈ പോളാർ സ്റ്റാർ നോക്കിയാണ് യാത്ര ചെയ്തിരുന്നത്. ബിക്കോസ് അതിൻ്റെ ഡിറക്ഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഈ നക്ഷത്രം സ്ഥാനം മാറുന്നില്ല, അതുകൊണ്ട് തന്നെ അത് കറക്റ്റാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് GPS പോലെയുള്ള കാര്യങ്ങളുണ്ട് വഴിയൊക്കെ മനസ്സിലാക്കാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ഈസ് ദ ബിവിൽഡേർഡ് മാൻ, വൈ ഈസ് ഹി ബിവിൽഡേർഡ്? ഇവിടെ ആരെയാണ് ബിവിൽഡേർഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ബിവിൽഡേർഡ്, അതായത് കൺഫ്യൂസ്ഡ് ആയത്? ഉത്തരം ഇങ്ങനെയാണ്, ലെഫ്റ്റനന്റ് മാലറ്റ് ഹു വാസ് വാച്ചിങ് ദ കോഴ്സ് ഓഫ് ദ ബലൂൺ ഈസ് എ ബിവിൽഡേർഡ് മാൻ. അപ്പോൾ ഈ ലെഫ്റ്റനന്റ് മാലറ്റ് ആണ് ഇവിടെ ബിവിൽഡേർഡ് മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം he is bewildered or confused because the balloon is moving so fast that he does not even know where they are. അപ്പോൾ അദ്ദേഹം കൺഫ്യൂസ്ഡ് ആവാനുള്ള കാരണം അദ്ദേഹം ഉദ്ദേശിച്ചതിനേക്കാട്ടിലും ഫാസ്റ്റ് ആയിട്ടാണ് ഈ ബലൂൺ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവരെവിടെ എത്തിയെന്ന് പോലും അദ്ദേഹത്തിന് ആ സമയത്ത് മനസ്സിലായില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, comment on the reaction of the captain to the roaring wind. Can you justify the captain's behavior? അതായത് ഈ അലറി വരുന്ന കാറ്റിനെ പറ്റി എന്തായിരുന്നു ക്യാപ്റ്റൻ ജോവിസിൻ്റെ പ്രതികരണം? നിങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്, the captain knows that the sound they hear is the sound of a storm coming. അപ്പോൾ ക്യാപ്റ്റൻ അറിയാമായിരുന്നു ആ ശബ്ദം ഒരു കൊടുങ്കാറ്റ് വരുന്നതിൻ്റെ ശബ്ദമാണ് എന്ന്. He does not want to frighten his passengers, so he says that it is the sound of the waterfalls and nudges the narrator to keep silent. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ യാത്രക്കാരെ ഭയപ്പെടുത്തരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് അദ്ദേഹം അത് കാറ്റിൻ്റെ അല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല ജോവിസ് നമ്മുടെ നറേറ്ററിനെ നഡ്ജ് ചെയ്യുന്നതും കാണുന്നുണ്ട്, അതായത് കൈമുട്ട് കൊണ്ടൊരു തട്ട് കൊടുക്കുന്നതും കാണുന്നുണ്ട്, അതായത് ടു കീപ് സൈലൻറ്റ്, മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഐ ക്യാൻ ജസ്റ്റിഫൈ ദ ക്യാപ്റ്റൻസ് ബിഹേവിയർ. നമുക്ക് വായനക്കാർക്ക് ക്യാപ്റ്റൻ്റെ ബിഹേവിയർ നമുക്ക് ന്യായീകരിക്കാവുന്നതാണ്. If the passengers are frightened, they may do something foolish and this would be very dangerous as they are in a small basket of a flying balloon. അപ്പോൾ ഈ പാസഞ്ചേഴ്സ് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കാണിക്കുകയും അവർ വളരെ ഫാസ്റ്റായിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാസ്ക്കറ്റിലായതുകൊണ്ട് അവരെന്തെങ്കിലും ഭയപ്പെട്ട് കാണിച്ചു കൂട്ടിയാൽ അത് കൂടുതൽ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് ക്യാപ്റ്റൻ ചെയ്തത് ശരി തന്നെയാണ് എന്നുള്ളതാണ് ആൻസർ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ദാറ്റ് വെൽക്കം ദ ഡോൺ. അതായത് പ്രഭാതത്തിനെ വെൽക്കം ചെയ്യുന്ന ശബ്ദങ്ങളും സൗണ്ടുകളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൈറ്റ്സ് പോയിന്റ് വൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്കൈ ഈസ് ബ്ലൂ ടിഞ്ച്ഡ് വിത്ത് റെഡ്. ആകാശം നീലയായിരുന്നു, ഒരു ചുമപ്പ് രാശി കലർന്ന നീലയായിരുന്നു. പിന്നെ സൈറ്റുകൾ, ട്രെയിനുകൾ, പശുക്കൾ, ദ കൗസ്, ഗോഡ്സ്, ഇതൊക്കെയാണ് സൈറ്റുകൾ. ഇനി സൗണ്ടുകൾ എന്തൊക്കെയാണ്? ക്രോയിങ് ഓഫ് കോക്സ്, കോഴികളുടെ ശബ്ദം. ക്വാക്കിംഗ് ഓഫ് ദ ഡക്സ്, താറാവുകളുടെ ക്വാക്കിംഗ് ശബ്ദം. ലോയിങ് ഓഫ് ദ കൗസ്, പശുക്കളുടെ ലോയിങ് ശബ്ദം. ബ്ലീറ്റിംഗ് ഓഫ് ദ ഗോഡ്സ്, ആടുകളുടെ ബ്ലീറ്റിംഗ് ശബ്ദം. ഇത്രയുമാണ് സൗണ്ടുകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ വേൾഡ് ഫ്ലീയിങ് അണ്ടർ ആർ ഫീറ്റ്, വാട്ട് എക്സ്പീരിയൻസ് ഡസ് ദ ഓതർ ട്രൈ ടു കൺവേ? അതായത് ലോകം കാലിൻ്റെ അടിയിലൂടെ ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഓതർ തരുന്ന ആ ഒരു അനുഭവം എന്താണ്? ഉത്തരം ഇങ്ങനെയാണ്, ദ വേൾഡ് ഈസ് റണ്ണിങ് അണ്ടർ ആർ ഫീറ്റ്. അതായത് അവർ വളരെ ഫാസ്റ്റായി ബാസ്ക്കറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടിയിൽ ലോകം ഫാസ്റ്റായി കാലിൻ്റെ അടിയിലൂടെ ഓടുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. The author uses a personification to convey the experience of a rapid movement of the earth while he was traveling in the balloon. അപ്പോൾ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഏർത്ത് ഓടുന്നു എന്ന് പറയുന്നു. ഏർത്ത്
മനുഷ്യനല്ല. അപ്പോൾ മനുഷ്യൻ്റെ ഒരു സവിശേഷത എർത്തിന് കൊടുത്തതുകൊണ്ട് ഇവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഓതർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇഫ് യു വേർ ഇൻ സച്ച് എ സിറ്റുവേഷൻ ഹൗ വുഡ് യു റിയാക്ട്? നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ റിയാക്ട് ചെയ്യും? അതായത് നിങ്ങൾ ഈ ബലൂണിലാണെങ്കിൽ നിങ്ങളുടെ ആ താഴേക്കുള്ള യാത്ര അത് സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റിലിജിയസ്ലി എൻക്ലോസ്ഡ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ അഡ്വേർബ് യൂസ്ഡ് ഹിയർ? അപ്പോൾ എൻക്ലോസ്ഡ് എന്ന് പറയുന്ന ആക്ഷന് റിലിജിയസ്ലി എന്ന് പറയുന്ന അഡ്വേർബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്, ഇറ്റ് ഷോസ് ഹൗ സീരിയസ്ലി ആൻഡ് കെയർഫുള്ളി തിങ്സ് ഹാവ് ടു ബി ഡൺ വൈൽ ട്രാവലിംഗ് ഇൻ എ ബലൂൺ. അപ്പോൾ ഇവിടെ റിലിജിയസ്ലി എന്നുള്ള വാക്കിന് മതപരമായ എന്നല്ല അർത്ഥം, സീരിയസ്ലി കെയർഫുള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു ബലൂൺ യാത്രയിൽ എത്രത്തോളം സീരിയസ് ആയിട്ടും എത്രത്തോളം ശ്രദ്ധാപൂർവവുമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. The phrase religiously enclosed is a personification. അപ്പോൾ ഇവിടെ religiously enclosed ഒരു personification ആയിട്ട് പറയാം. കാരണം റിലിജിയസ്ലി എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്, പക്ഷേ ഇവിടെ ഒരു വസ്തുവിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തത്, the adverb religiously denotes seriousness and care and it is used to describe the verb enclosed. The narrator means that the escape valve had been very carefully enclosed in a wide bag so that all the passengers would be careful and treat it with respect and not meddle with it or touch it. അതായത് ഇവിടെ എസ്കേപ്പ് വാൽവ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കയറാണ് ഈ ഒരു സാക്കിനകത്ത് വളരെ കെയർഫുള്ളായിട്ട് ഭദ്രമായിട്ട് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ അവിടെ വെച്ചിരുന്നത്. കാരണം ആരും അത് ചവിട്ടുകയോ അതിന് അതായത് മെഡിൽ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഉള്ള ഇടപെടൽ അത് സൂക്ഷിച്ച് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് അത് എല്ലാവരും കാണുന്ന രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ലിസ്റ്റ് ദ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ മാഡ് ഫ്ലൈറ്റ് ഓഫ് ദ ബലൂൺ. ഈ ബലൂണിൻ്റെ മാഡ് ഭ്രാന്തമായ ആ ഒരു യാത്രയെപ്പറ്റി ഉപയോഗിച്ചിരിക്കുന്ന വേർഡുകളും എക്സ്പ്രഷൻസും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇത് പോയിന്റ് വൈസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ബാസ്കറ്റ് ട്രെമ്പിൾസ് ആൻഡ് ടിപ്സ് ഓവർ, ബാസ്കറ്റ് വിറയ്ക്കുകയും മറിയുകയും ചെയ്യുന്നു. ദ ഗൈ റോപ്പ് ടച്ചസ് ദ ടോൾ ട്രീസ്. The balloon passes with frightful rapidity. Bewildered chickens, pigeons and ducks fly away. Cows, cats and dogs run terrified toward the house. ഇതൊക്കെ അതിൽ വരുന്ന പോയിന്റ്സ് ആണ്. അടുത്തത്, what action does Mallet perform? മാലറ്റ് എന്താണ് ചെയ്തത്? Mallet reaches for the rope of the escape valve and hangs on it. Then the cord of the anchor is cut with a knife. അത് താഴേക്ക് ഇടുന്ന നങ്കൂരത്തിൻ്റെ ഒരു റോപ്പ് അദ്ദേഹം കട്ട് ചെയ്യുന്നു. എസ്കേപ്പ് വാൽവിൻ്റെ റോപ്പിൽ നിന്ന് അദ്ദേഹം തൂങ്ങി നിൽക്കുന്ന അദ്ദേഹം താഴേക്ക് വരുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. അടുത്തത് ക്വസ്റ്റ്യൻസ് വായിക്കാം. കമൻറ്റ് ഓൺ ദ വിഷ്വൽ ഇഫക്റ്റ് ഓഫ് ദ ബലൂൺ ലാൻഡിങ്. ബലൂൺ ലാൻഡിങ്ങിൻ്റെ വിഷ്വൽ ഇഫക്റ്റ് വർണ്ണിക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്തത്, ഡിസ്ക്രൈബ് ദ റിസപ്ഷൻ ഓഫ് ദ ബലൂൺ ബൈ ദ പെസൻസ്. അതായത് കൃഷിക്കാരെ എങ്ങനെയാണ് ഈ ബലൂണിനെ റിസീവ് ചെയ്തത്? അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്, ദ പെസൻസ് റാൻ ടുവേർഡ്സ് ദ ലാൻഡിങ് ബലൂൺ ആൻഡ് ആസ് ദേ വെയിറ്റഡ് ഫോർ ദ ബലൂൺ ടു ഡിഫ്ലേറ്റ്, a few of the peasants were jumping and gesturing like savages. അതായത് ഈ കൃഷിക്കാർ ഈ ബലൂണിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. പിന്നെ ഈ ബലൂൺ ഫുള്ളായിട്ട് ഡിഫ്ലേറ്റ് ചെയ്യുന്നവരെ അവർ മാറി നിൽക്കുന്നു. അതായത് അതിൻ്റെ കാറ്റ് മൊത്തം പോകുന്നത് വരെ അവർ മാറി നിൽക്കുന്നു. ആ സമയത്ത് a few of the peasants were jumping and gesturing like savages. ചില കൃഷിക്കാരൊക്കെ ചാടുകയും പ്രാകൃതരെ പോലെ ചില ആക്ഷൻസ് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. The peasants were accommodating and hospitable and helped the travelers to pack all their material and carry it to the nearest
സ്റ്റേഷൻ. മാത്രമല്ല ഈ കൃഷിക്കാരൊക്കെ വളരെ വെൽക്കമിങ് ആയിരുന്നു, അവർ മര്യാദയുള്ളവരായിരുന്നു. അവർ ഈ ട്രാവലേഴ്സിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനൊക്കെ അവരെ സഹായിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ഇതിൽ വരുന്നതിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാം. നറേറ്റ് ദ ലാൻഡിങ് ഓഫ് ദ ബലൂൺ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് വൺ ഓഫ് ദ പെസൻസ് ദർ. അവിടെ നോക്കി നിന്നിരുന്ന ഒരു കൃഷിക്കാരൻ്റെ ദൃഷ്ടിയിൽ ഈ ബലൂൺ എങ്ങനെയാണ് വീണതെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് എഴുതുക. അടുത്തത് റീഡ് ദ നോട്ട്സ് ഓൺ ട്രാവൽ റൈറ്റിംഗ് ഓൺ പേജ് 89. റൈറ്റ് എ ട്രാവൽ എസ്സേ ഡിസ്ക്രൈബിങ് എ ട്രാവൽ എക്സ്പീരിയൻസ് യു ഹാഡ് റീസെൻ്റ്ലി. അതായത് നിങ്ങൾ ചെയ്തതായിട്ടുള്ള ഒരു ട്രാവലിനെ പറ്റി ഇതുപോലെ ഒരു ട്രാവലോഗ് എഴുതുക. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് എസ്സേ ആയിട്ട് വരാവുന്നതാണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, nothing is more amusing, more delicate, more interesting than the maneuvering of a balloon. What degree of comparison is used here? ഇതൊരു ഗ്രാമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മോർ എന്ന് വരുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. അപ്പോൾ ഉത്തരം കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. താങ്ക് യു.